ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ന് നമ്മുടെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് റെനോ ഡസ്റ്റർ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറച്ച് കാലം മുന്നേ ഇതന്നെയല്ലേ ചെയ്തതെന്ന്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 1.3 ലിറ്റർ എഞ്ചിനായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് 1 ലിറ്റർ എഞ്ചിനാണ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് ഈ വാഹനത്തിന്റെ ഈ എഞ്ചിന്റെ കൂടുതൽ കിടക്കാം. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഇതിപ്പോൾ 1 ലിറ്റർ എഞ്ചിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. നമുക്കിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് തമ്മിലുള്ള വ്യത്യാസം തന്നെ നോക്കാം. ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല, പിന്നെ എഡാസ് ഫീച്ചേഴ്സും വരുന്നില്ല. അതായത് ക്യാമറ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കുറേ എഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതും എഡാസ് ഫീച്ചർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും 1.3 വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിലില്ല. പക്ഷേ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. നമുക്കിവിടെ പാർക്കിംഗ് സെൻസറിൻ്റെ ഇത് കാണാം. ബാക്കി ഡിസൈനിലോ ലുക്കിലോ കാര്യത്തിലോ ഒരു വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം വരുന്നത് ആ ടോപ്പ് എൻഡ് ഐക്കോണിക് എന്ന് പറഞ്ഞ ട്രിമ്മിന് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കളറും ട്രിമ്മും. ഈ വാഹനത്തിന് ഈ ബ്ലാക്കും പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. ഇതിന് ഡയമണ്ട് കട്ട് അല്ല, കുറച്ചുകൂടെ നോർമൽ ആയിട്ടുള്ള അലോയ്സ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ അലോയ്സ് ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ വണ്ടിയുടെ ലുക്സിനും കാര്യത്തിനൊക്കെ ഇത് കുറച്ചുകൂടെ മാച്ച് ആവുന്നു. ഇവിടെ നോക്കിയാൽ 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. മറ്റേ വാഹനത്തിന് ഇവിടെ ഐക്കോണിക് എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ഉണ്ട്. അതായത് ടോപ്പ് ആൻഡ് ഐക്കോണിക് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഐക്കോണിക് എന്ന് പറഞ്ഞ പ്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു അഡ്വഞ്ചർ സ്പെക്ക് ഉണ്ട്. ആ ഗ്രീൻ കളർ അഡ്വഞ്ചർ സ്പെക്ക് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഡസ്റ്റർ എന്ന് മാത്രമല്ല എഴുത്തുള്ളൂ. റെനോൻ്റെ പുതിയ ലോഗോയും കാണാം. ഇവിടെ റെനോ ഗ്യാങ് ഓഫ് ഡസ്റ്റർ എന്നുള്ളത് സ്റ്റിക്കർ മാത്രമാണ്. ബാക്കി കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും സൈഡിലും ഇല്ല. ബാക്കിലേക്ക് വരുമ്പോൾ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാഡ്ജിങ്ങിൽ മാത്രമാണ്. ഇവിടെ ടേബോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. അതിൽ 160 TC എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആയിരുന്നു. ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വെരി സിമിലർ. ഇതും ഇലക്ട്രിക്കലി പവർഡ് ആയിട്ട് ടെയിൽ ഗേറ്റ് ആണ്. നമുക്കിവിടെ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ട് സ്പേസ് ആണ്, നേരത്തെ വണ്ടി പോലെ തന്നെ. ആൻഡ് വെരി യൂസബിൾ, വെരി പ്രാക്ടിക്കൽ. അകത്തോട്ട് കയറുമ്പോൾ ഈ ഡസ്റ്ററിൻ്റെ പുതിയ ടെക്നോ വേരിയൻറ്റിനകത്തുള്ള ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ടെക്നോ ആണ് ഈ മോഡലിൽ ഏറ്റവും ടോപ്പിൽ വരാൻ പോകുന്നത്. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഓത്തൻറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ്. അത് ഈ വാഹനത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ടെക്നോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു മോഡലും കൂടി ഉണ്ട്. അതാണ് ശരിക്കും പറയുക മറ്റേ 1.6ൻ്റെ ബേസ് മോഡൽ. പിന്നെ ടെക്നോയ്ക്ക് തന്നെ ടെക്നോ പ്ലസും ഉണ്ട്. പിന്നെ ഐക്കോണിക്കിൻ്റെ ലോഞ്ച് എഡിഷൻ എന്ന മോഡൽ, അതാണ് ഈ പച്ച. ഇപ്പോൾ ഈ ടെക്നോ എന്ന് പറഞ്ഞ മോഡലിനകത്ത് ഇവിടെ കുറച്ചുകൂടി എംബോസ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. നമുക്കിവിടെ ഒരു ചെറിയൊരു എംബോസ് സാധനം കാണാം. ബ്രൗൺ ആണ്. ബ്രൗണും ബ്ലാക്കും ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. പിന്നെ അവിടെയും ഗ്രേ ഇൻപുട്സ് വന്നേക്കുന്നു. ഐക്കോണിക്കിൻ്റെ ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞ മോഡലിൽ ആണ് നമ്മൾ നേരത്തെ പച്ച കണ്ടിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ പൈപ്പിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ഡസ്റ്റർ എന്നുള്ള എഴുത്തും പിന്നെ ഒരു സ്റ്റിച്ച് പാറ്റേൺ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാർബൺ ഫൈബർ ഫിനിഷൊക്കെയാണ് വന്നിരുന്നത്. ഈ വാഹനത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാബ്രിക്കായി. അതിലെ പോലെ തന്നെ ലെതററ്റ് അല്ല സീറ്റൊന്നും, ഇതൊക്കെ ഫാബ്രിക്കാണ്. ഇതും ഫാബ്രിക്കാണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നില്ല, വിച്ച് ഇസ് എ ഹ്യൂജ് ഡ്രോബാക്ക്. അവർ ഈ പാനറാമിക് സൺറൂഫ് കൊടുത്തതിന് പകരം ഒരു വെന്റിലേറ്റഡ് സീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ എനി ഡേ ഒരു യൂസബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ ദിസ് ഈസ് വാട്ട് സെൽസ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമിലർ. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന് സെയിം ആണ്. നമുക്ക് സ്ക്രീനും കാര്യങ്ങളും ഇതിന് വന്നിരിക്കുന്ന ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ വെരി സിമിലർ. ഈ ഡ്രൈവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഡ്രൈവർ ക്ലസ്റ്ററിലാണ് വ്യത്യാസം. കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട്. പിന്നെ സെമി ഡിജിറ്റൽ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ചെറിയ സ്ക്രീൻ, അതിൻ്റെ സൈഡിലായിട്ടുള്ള നമുക്ക് ഫീച്ചേഴ്സാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഈ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് ഫ്യൂവലിൻ്റെയും RPM കാണുന്നു. ഇവിടെയാണ് ഡിജിറ്റൽ വന്നിരിക്കുന്നത്. വീണ്ടും ബാക്കിയുള്ള സ്വിച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. എർഗണോമിക്സും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ബാക്കിൽ വന്നേക്കുന്ന സ്റ്റോക്സിൻ്റെ ആണെങ്കിലും ടച്ച് ആൻഡ് ഫീൽ. ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള മെറ്റീരിയൽസൊക്കെ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഒരു യൂസർ ആസ്പെക്റ്റിൽ വളരെ നന്നായിരിക്കും. മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കാണാം. സൺറൂഫ് തുറക്കാനുള്ളതൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഒരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന, എല്ലാത്തിനും പിന്നെ നേരത്തെ ഞാൻ എൻ്റെ ഡസ്റ്റർ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല ബട്ടൺസ് ആണ് കൊടുത്തേക്കുന്നത്, വളരെ നല്ലതാണ്. ഇവിടെ ഒരു ക്ലീൻ എയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിനുണ്ടായിരുന്നു, മറ്റേ എയർ പ്യൂരിഫിക്കേഷൻ. ഇതിന് ആ ഒരു എയർ പ്യൂരിഫിക്കേഷൻ സാധനം വരുന്നില്ല. താഴെയാണ് വയർലെസ് ചാർജിങ് വരുന്നത്. മേളിൽ നമുക്ക് ഫോണോ അല്ലെങ്കിൽ കീയോ കാര്യങ്ങൾ വെക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ഒരു 12 വോൾട്ട് സോക്കറ്റ് വരുന്നു. 2 USB Type-C പോർട്സ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ്. നേരത്തെ വാഹനത്തിന് ഇവിടെ ഒരു വലിയൊരു പാഡ് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ മിസ്സിംഗ് ആണ്. കാരണം
ഇവിടെ വന്നേക്കുന്നത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് ആണ്. ഇവിടെ ഒരു ചെറിയ ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട്, വളരെ ചെറുതാണ്, പക്ഷേ ഒരു അത്യാവശ്യം ഡീപ്പായിട്ട് ഒരു കൈൻ്റെ അത്ര ഡീപ്പായിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് വന്നേക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സീറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. നമുക്കിന്നിപ്പോൾ ലോനാവര വരെ പോയിട്ട് നമ്മൾ റൈഡ് ചെയ്ത് തിരിച്ചു വന്നു. ആൻഡ് സീറ്റ്സ് ആൻഡ് ഓൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് എർഗണോമിക്സും കാര്യങ്ങളും സെറ്റാണ്. പിന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വുഡ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ശരിക്കും വുഡ് അല്ല, പക്ഷേ വുഡിൻ്റെ പാറ്റേൺ പോലത്തുള്ളൊരു ഫിനിഷാണ്. ആകെ മൊത്തം ഇൻറ്റീരിയേഴ്സ് വളരെ നന്നായിട്ടുണ്ട്. റയറിലേക്ക് നോക്കുകയാണെങ്കിലും ഇതേ സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് റയർ ഇസ് ഓൾസോ എ ഗുഡ് പ്ലേസ് ടു ബി ഇൻ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൺറൂഫ് ഉള്ള കാരണം ആ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീല് ബാക്കിൽ ഉണ്ടാവില്ല. ആൻഡ് ബാക്കിയെല്ലാം വെരി സിമിലർ, വെരി സ്പേഷ്യസ്, വെരി പ്രാക്ടിക്കൽ, വെരി ഡസ്റ്റർ. സോ ഇനി നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഉള്ളപ്പോൾ അത് മാനുവൽ ഓപ്ഷനാണ്. മാനുവൽ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ ഈ 100 TCക്ക്. അത് 1 ലിറ്റർ എഞ്ചിനിൽ. നമുക്ക് ഇതിൻ്റെ 1.3 ലിറ്റർ എഞ്ചിനിലാണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് സ്പെസിഫിക് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ലോവർ ഗിയേഴ്സിന് കുറച്ചും കൂടെ ടോളർ ആയിട്ടുള്ള ഗിയർ റേഷ്യോസ് ആണ്. അതായത് കുറച്ചും കൂടെ നമുക്ക് ഗിയർ മാറ്റേണ്ടാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തേർഡ് ഗിയർ. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ പോയത് ലോനാവലിക്കായിരുന്നു. അവിടേക്ക് പോയപ്പോൾ നമ്മൾ കൂടുതലും ഹൈ ഗിയേഴ്സിലായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വ്യത്യാസം മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ സിറ്റിക്കകത്ത് വന്നപ്പോഴായിരുന്നു നമുക്ക് ഈ തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും കറക്റ്റ് ഉപയോഗം മനസ്സിലായത്. നമുക്ക് ഈ തേർഡിലും ഫോർത്തിലായിട്ട് മാത്രം തന്നെ ഈ വാഹനം സിറ്റിക്കകത്ത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. തേർഡ് ഗിയറിൽ ഏകദേശം 20 കിലോമീറ്റർ സ്പീഡ് വരെ വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഒരു ഡീസൽ എഞ്ചിൻ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് പോലെ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ടോർക്ക് കറക്റ്റായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. ഇതിപ്പോൾ ഈ പുതിയ 100 TC എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനകത്ത് നിന്ന് നമുക്ക് 100 PS പവറാണ്. അതുകൊണ്ടാണ് 100 TC എന്ന് പേര് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് 166 Nm ടോർക്കാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിട്ടുള്ള ടോർക്ക് ഫിഗേഴ്സാണ്, ഭയങ്കര കുറവ് പവറുമാണ്. പക്ഷേ ഈ പവർ ഫിഗേഴ്സിൻ്റെ ബാൻഡിലാണ് കാര്യം ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റ് ടോർക്കാണ് വണ്ടി. ഫ്ലാറ്റ് ടോർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലോ എൻഡിൽ തന്നെ, അതായത് 2000 RPM നമുക്ക് ഈ ടോർക്ക് അവൈലബിൾ ആവുകയാണ് അപ് ടു ദ ഹൈ എൻഡ്. അത് കൂടാണ്ട് 5000 RPM ഉള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മാക്സിമം ആയിട്ടുള്ള 100 PS പവറും നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഓവർ പുഷ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ പവറും കാര്യങ്ങളും കിട്ടുന്നു. ആൻഡ് ഗിയർ ചേഞ്ചസും കുറച്ചും കൂടെ നമുക്ക് എളുപ്പവും സിംപിളറുമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. സിറ്റിക്കകത്ത് പ്രത്യേകിച്ച് വളരെ എളുപ്പമായിട്ടുണ്ട്. ആക്ച്വലി ഐ എം ലൈക്കിങ് ഇറ്റ് എ ലോട്ട്. പണ്ട് ഡീസൽ എഞ്ചിൻസ് ഓടിച്ച് നടന്നിരുന്ന ഒരു സുഖം ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ശരിക്കും ഡീസൽ എഞ്ചിൻ മിസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ബാക്കി ഡൈനാമിക്സും ഡൈനാമിക്സ് ഹാൻഡ്ലിംഗ് ഒന്നും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന 160യുടെ സെയിം ഡൈനാമിക്സ്, സെയിം ഹാൻഡ്ലിംഗ്, ആൻഡ് ഐ ലവ്ഡ് ദാറ്റ് കാർ. ശരിക്കും പറയുക പ്രോപ്പറായിട്ട് സസ്പെൻഷനാണ്, പ്രോപ്പറായിട്ട് ഡൈനാമിക്സ് ആയിരുന്നു. നമുക്ക് സ്റ്റിയറിംഗ് ഫീൽ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള കാർ തന്നെയാണ്. വാഹനത്തിനകത്ത് കയറുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പ്രോപ്പറായിട്ട് ഇൻഫോർടൈൻമെൻ്റ് ആണെങ്കിലും എല്ലാം ഡ്രൈവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വാഹനത്തിനകത്തുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബാക്കി നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ശരിക്കും പറയുക ഇവിടെ മിസ് ഔട്ട് ആവുന്നില്ല. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ഉണ്ട്. നമുക്ക് ആ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ഗൂഗിൾ മാപ്സിലേക്കുള്ള ഇൻറ്റഗ്രേഷനാണ് നമുക്ക് മിസ് ഔട്ട് ആവുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒബ്വിയസ്ലി എഡാസ് ഫീച്ചേഴ്സും 360 ഡിഗ്രി ക്യാമറയും നമുക്ക് മിസ് ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിൽ എഡാസ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ആകപ്പാടെ ഞാൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള തന്നെ നമ്മൾ ഈ പുതിയ വരുന്ന 6 ലെയിൻ ഹൈവേക്കകത്താണ് ഈ എഡാസ് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും എഡാസ് ഒരു ശരിക്കും പറയുക ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് ട്യൂൺഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല ഇവിടെ എവിടെയും ലോകത്ത് എഡാസിൽ ഇറങ്ങിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഫുൾ ആക്സലറേഷൻ, സെക്കൻഡിൽ കിട്ടും, സെക്കൻഡ് ഗിയറിലും വീൽ സ്പിൻ ആവുന്നത്. പക്ഷേ നമുക്ക് ഹയർ RPM കയറുമ്പോൾ പവർ കട്ട് ഓഫ് ആവുന്നുണ്ട്. അതായത് നമ്മളൊരു 5000 RPM എത്തുമ്പോഴത്തേക്കും പവർ കറക്റ്റ് 6000 RPM കട്ട് ഓഫ് ആവുക. അതിനെക്കാളുമ്പോൾ ഗിയർ മാറിപ്പോണം. പക്ഷേ നമ്മൾ തേർഡ് ഗിയറിൽ തന്നെ 90 എത്തിക്കഴിഞ്ഞു. ആൻഡ് ഫോർത്ത് ഗിയറിൽ ഇപ്പോൾ ഞാൻ 50 പുഷ് ചെയ്ത് തുടങ്ങിയ കയറി നമുക്ക് ഏകദേശം 120 എത്തി. ഇതാ ഞാൻ പറഞ്ഞു, നമുക്ക് തേർഡും ഫോർത്തും ഭയങ്കര ടോളർ ഗിയേഴ്സ് ആണെന്നുള്ളത്. പിന്നെ സീറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവാണ് പോയത്. അതും ബാഡ് റോഡ്സ്, വെരി ബാഡ് റോഡ്സ്, ഫുൾ ട്രാഫിക് ആയിട്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. ആൻഡ്
വെരി ഗുഡ് അറ്റ്മോസ്ഫിയർ, വെരി ഗുഡ് എൻവയൺമെൻറ്റ് എനിക്ക് ശരിക്കും വാഹനത്തിനകം ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു മിസ്സിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സ്. ഈ പാനോറാമിക് സൺറൂഫിന് പകരം അവർ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ടും ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായാണ് വാഹനത്തിനകത്ത്. പക്ഷേ ആസ് ഐ സെഡ്, ദിസ് ഈസ് വാട്ട് സെൽസ് ഇൻ ഇന്ത്യ. പീപ്പിൾ ആസ്ക് ഫോർ ബെറ്റർ ഫീച്ചേഴ്സ്, നോട്ട് ദിസ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് വ്യത്യാസം പറയുന്നില്ല. പിന്നെ മൈലേജ് ഫിഗേഴ്സ് ആണ്. നമുക്ക് എഫിഷ്യൻസി ഇപ്പോൾ നമുക്ക് 13.5 ആണ് ഇപ്പോൾ നമുക്കൊരു ആവറേജ് എഫിഷ്യൻസി ഫിഗർ കാണിക്കുന്നത്. അത് ഇന്നത്തെ നമ്മുടെ ഒരു വളരെയധികം പുഷ് ചെയ്തിട്ടുള്ളൊരു ഡ്രൈവിലാണ് നമുക്ക് ഇത്രയും മൈലേജ് ഫിഗേഴ്സ് കാണിക്കുന്നത്. ഇവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് വെച്ചാൽ 20 km/ലിറ്റർ ആണ്. ആൻഡ് ഇവിടെ 160 അത് ക്ലെയിം ചെയ്യുന്നത് 17 km/ലിറ്റർ ആണ്. അത്രയ്ക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അറൈ സ്റ്റാൻഡേർഡ്സിൽ അവർ അച്ചീവ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സാണ്. പക്ഷെ എന്നാലും ഐ ഫീൽ ഇതൊരു 16 to 17 എന്തായാലും ഈ വാഹനം വളരെ ഈസിലി നമുക്കൊരു ഡെയിലി യൂസിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേ വാഹനം നമുക്കൊരു 13-14 ഒക്കെ എന്തായാലും നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു മൈലേജ് ഫിഗേഴ്സ് തന്നെയാണ്, നോ ഡൗട്ട്. ഇനി രണ്ട് വാഹനം തമ്മിലുള്ള എന്താണ് വ്യത്യാസം ആൻഡ് വിച്ച് വെഹിക്കിൾ ഷുഡ് യു ബൈ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 160 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രീമിയമായി, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കയറി, അതുകൊണ്ട് പെർഫോമൻസ് കൂടി, ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന കാർബൺ ഫൈബറും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഫീല് കാര്യങ്ങൾ അതൊക്കെ കയറിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അഗെയിൻ പെർഫോമൻസ്, അതൊരു പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്, ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് വെഹിക്കിളാണ്. പക്ഷേ ഈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് കുറവൊന്നുമല്ല, പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ട്യൂണിങ് ആണ് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. ഈ വാഹനത്തിനകത്ത് വരുന്ന എൻജിൻ സെയിം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള കൈകാരൻ്റെ അകത്ത്, പിന്നെ അതുകൂടാണ്ട് മാഗ്നേറ്റ്. കാരണം നിസാൻ, റെനോ, മിത്സുബിഷി തമ്മിലുള്ള കൂട്ടായ്മയിൽ വന്നിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ 1 ലിറ്റർ. അപ്പോൾ കൈഗർ, മാഗ്നേറ്റ്, ട്രൈബർ, അങ്ങനെ എല്ലാ വാഹനങ്ങൾക്കകത്തും ഈ ഇതേ എഞ്ചിനാണ് വന്നേക്കുന്നത്. പക്ഷേ ഡസ്റ്ററിനകത്തേക്ക് ഇവരിത് പ്ലേസ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ട്യൂണിങ് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇത്രയും വലിയൊരു വാഹനം ഇത്രയും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു വാഹനത്തിന് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ട്യൂണിങ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ആ വാഹനത്തിനകത്ത് നമുക്ക് ഓടിക്കുമ്പോൾ ചെറിയൊരു സ്ലഗ്ഗിഷ്നെസ് ഫീൽ ചെയ്യും. ഈ ടർബോ ആണെങ്കിലും ആ സ്ലഗ്ഗിഷ്നെസ് ശരിക്കും പറയുക നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഓബ്വിയസ്ലി ഇത് ആ 160 അത്ര പെർഫോമൻസ് ഇല്ല, പക്ഷെ എന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അത്രയും ഒരു ഭയങ്കര ലാക്കിങ് ആണെന്നുള്ളത് പോലൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. നമ്മുടെ കണ്ടീഷൻസിന് ഇതൊക്കെ സെറ്റാണ്. അഗെയിൻ, സോ വിച്ച് കാർ ഷുഡ് യു ബൈ? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു സിറ്റിക്കകത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാറാണ്. ആൻഡ് ദി അതർ വൺ ഇസ് പ്രോപ്പർ ഹൈവേ പെർഫോമൻസ് ആൻഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ്, നോട്ട് ഫോർ എഫിഷ്യൻസി. സോ യു ഗെറ്റ് യുവർ ആൻസർ. അതുകൂടാണ്ട് ഇതിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള 10.49 lakhs എന്നാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് തുടങ്ങുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെ ആയത് ഈ വേരിയൻറ്റ് വരുന്നത് 13.49 lakhs ആണ് ഈ വേരിയൻറ്റ് വരുന്നത്. പിന്നെ 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ വേർഷൻ വരുന്നത് 18.69 lakhs. അതായത് 10 to 20 lakhs ഉള്ളിലാണ് ഈ വാഹനത്തിന് അവർ ഫുള്ളി അവർ ലൈനപ്പിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ് പോകുന്നതും സെഗ്മെൻ്റാണ് ഈ 10 to 20 lakhs എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് അവരിതും പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവരുടെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻസ്, അതായത് ആൾക്കാർക്ക് വാങ്ങിക്കാൻ കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ളതും കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടൊരു ഓപ്ഷൻ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് 15 lakhs താഴെയാണ്. അതായത് 160 മിഡ് വേരിയൻറ്റ്, അതായത് മിഡ് വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ബേസ് വേരിയൻറ്റും ഇതിൻ്റെ എല്ലാ വേരിയൻസും അവർ പ്ലേസ് ചെയ്തേക്കുന്നത് 15 lakhs താഴെയാണ്, വിച്ച് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് ആയിട്ടുണ്ട്. ആൻഡ് ഈ വാഹനത്തിനകത്തുള്ള ഫീച്ചേഴ്സ് ശരിക്കും പറയുക നമുക്ക് ഈ ഫീച്ചേഴ്സാണ് നമുക്ക് പ്രോപ്പറായിട്ട്, ഒബ്വിയസ്ലി വെന്റിലേറ്റഡ് സീറ്റ് അഗെയിൻ, പക്ഷെ എന്നാലും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഈ പുതിയ ഡസ്റ്റർ ഞാൻ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് SUV ക്യാരക്ടറുള്ള ഒരു SUV, പ്രോപ്പർ SUV ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് ദ ന്യൂ ഡസ്റ്റർ. യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്, ഗ്യാരണ്ടി. ഇനി ആകപ്പാടെ നമുക്ക് നോക്കാനുള്ളത് വാഹനം റോഡിൽ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഓവർ ദ ടൈം നമുക്കറിയാം. ബാക്കി എല്ലാം കൊണ്ടും വിച്ച് ഇസ് കൈൻഡ് ഓഫ് പെർഫെക്റ്റ്. So that was my verdict.
എന്തായാലും നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഈ ഒരു വാഹനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വി വിൽ റിപ്ലൈ ടു ദാറ്റ്. നമുക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കുറവ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് us know. നമ്മളത് നെക്സ്റ്റ് വീഡിയോയിലുള്ള അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി മറ്റൊരു വാഹനവും മറ്റൊരു പുതിയ വാഹന വിശേഷമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, എൻജോയ് യുവർ വീൽസ്. ഞാൻ നന്ദു.